കുട്ടികൾ വരെ വളരെ കോമണായി ഉപയോഗിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ടേമാണ് ബുള്ളിയിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് ഒരാൾ ഉപദ്രവിക്കുക, നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അയാൾ ശ്രമിക്കുക, നമ്മളെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിലാവാം, ചിലപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ കുട്ടികൾ അനുഭവിക്കുന്നതാവാം, കോളേജിലാവാം, ചിലപ്പോൾ വീട്ടിനുള്ളിൽ തന്നെയൊക്കെ ആവാം. ഇങ്ങനെ നമ്മുടെ കുട്ടികൾ നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ ബുള്ളിയിങ്ങിന് ഇരയായെന്ന്? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവരുടെ ശരീരത്തിൽ പരിക്ക് പറ്റിയ പാടുകൾ പല ആവർത്തി നമ്മൾ കാണുന്നുണ്ടെന്ന് കരുതുക. അവർ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു, അവർക്ക് വല്ലാത്ത ഭയവും ഉത്കണ്ഠയും, ഉറങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് സ്വപ്നത്തിൽ ഞെട്ടി ഉണർന്ന അവസ്ഥ, വല്ലാതെ പേടി വരുന്നു, നാളെ എങ്ങനെ സ്കൂളിൽ പോകുന്നുള്ള ഭയം. ഇതെല്ലാം കുട്ടി നമ്മളോട് പറയുന്നുണ്ടെന്ന് കരുതുക. അതിനൊപ്പം തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ യൂസ് വളരെ കൂടുതലാണല്ലേ. നമ്മളും സ്മാർട്ട് ഫോൺ യൂസ് നമുക്കും ഉണ്ട്, കുട്ടികൾക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഇത് ഫോൺ ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് വല്ലാതെ ഉത്കണ്ഠ വരിക, ദേഷ്യം വരിക, അവർ അസ്വസ്ഥരാകുകയാണ് എന്ന് കരുതുക. നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് അവർ കടന്നു പോകുന്ന പ്രശ്നം എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ നമ്മളോട് എല്ലാം ഓപ്പണായിട്ട് പറയണമെന്നില്ല. നമുക്കൊരു ധാരണയുണ്ട് നമ്മുടെ കുട്ടികളെ പറ്റി, അവരെല്ലാം നമ്മളോട് ഓപ്പണായിട്ട് പറയും. അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെപ്പറ്റി എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും അത് ശരിയാകണം എന്ന് യാതൊരു വിധ നിർബന്ധവും. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി 100% നമ്മൾ പറയണമെന്നില്ല. എപ്പോഴും ഒരു സീക്രട്ടായിട്ടുള്ള, ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്കുണ്ട്, നമ്മളെല്ലാം തുറന്ന് പറയില്ല. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ വഴക്ക് പറയും എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിൽ കുട്ടി മനഃപൂർവ്വമായിട്ട് അതിനെ പറയില്ല. കാരണം ഫേസ് ചെയ്യേണ്ട വരുന്നത് എന്തായിരിക്കും, എന്നെ അച്ഛനും അമ്മയും വഴക്ക് പറയുമോ, ഇത് വലിയ പ്രശ്നമാവോ, അപ്പോൾ അത് സംസാരിക്കാതിരിക്കാനായിരിക്കും അവർ ചിലപ്പോൾ ശ്രമിക്കുക. ചിലപ്പോൾ അച്ഛനും അമ്മയൊന്നും വലിയ ക്ലോസ് ആയിരിക്കില്ല അവരോട്, അവർ തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ജോലിയുടേതായ തിരക്കുകളുണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾ സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് ആളുകളിലേക്ക് അവർ പോകാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ അത്തരം ഇടങ്ങളിലാണോ ഇവർ ബുള്ളി ചെയ്യപ്പെടുന്നതെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് സൈബർ ബുള്ളിങ്, അതായത് ഇൻ്റർനെറ്റിലൂടെ ഉള്ള ബുള്ളിങ് ഇപ്പോൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ കുട്ടികളെ മോശമായ രീതിയിൽ ഉപയോഗിക്കാൻ ഇങ്ങനെ ചിലപ്പോൾ ഒരു ഫേക്ക് ഐഡിയിലൂടെ ചിലപ്പോൾ കുട്ടീനെ മീറ്റ് ചെയ്യാം. അതിനുശേഷം വളരെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ കാര്യം നേടാനായിട്ട് കുട്ടീനെ ഉപയോഗിക്കുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കളല്ല, അവരുടെ ഒപ്പം സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളായിരിക്കും ഈ ബുള്ളിങ് ചെയ്യുന്ന കുട്ടികൾ. അവർക്ക് കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന പെരുമാറ്റ വൈകല്യം ഉണ്ടാകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അവർ ചിലപ്പോൾ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അവൻ്റെ രൂപത്തിൻ്റെ കാരണം കൊണ്ടോ, നിറത്തിൻ്റെ കാരണം കൊണ്ടോ, അല്ലെങ്കിൽ അവൻ പഠിത്തത്തിൽ പിന്നോക്കമാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം അവനെ ഇവർ ചൂസ് ചെയ്യുക. അതിനുശേഷം അവനെപ്പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, ചിലപ്പോൾ സ്കൂളിൻ്റെ ഗ്രൂപ്പാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പാവാം, അതിൽ പരത്തുക. അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ മോശമായിട്ടുള്ള പ്രചരണം, മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പ്രചരിപ്പിക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ആത്മസന്തോഷം കിട്ടുകയാണ് ഈ സ്വഭാവ പ്രശ്നമുള്ള കുട്ടിക്ക്. മറ്റൊരു കുട്ടി എന്താണ് അവൻ ഫീൽ ചെയ്യുന്നത്, അവൻ എന്ത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അവനിത് എത്ര വേദനിപ്പിക്കും, ഇതൊന്നും കൺസേൺ ഇല്ലാത്ത ഒരു സഹജീവിയെ പറ്റി യാതൊരുവിധ കൺസേണും ഇല്ലാത്ത സ്വഭാവ രീതിയുള്ളവരായിരിക്കും ഇങ്ങനെ ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഇടപെടുന്നത്. അപ്പോൾ പൊതുവേ ഇങ്ങനെ ബുള്ളിയിങ്ങിന് ഇരയായാൽ, അതായത് ഇവരെ പറ്റി ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞു വരുത്തുന്നു, അത് നേരിട്ടും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയും പറഞ്ഞു വരുത്തുന്നു, ഇവരെ ഒറ്റപ്പെടുത്തുന്നു, മറ്റു കുട്ടികളോടെല്ലാം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മറ്റു കുട്ടികൾ വിശ്വസിച്ചിട്ട് ഇവരെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ഇവർക്ക് ചില മാനസിക പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇവർ വിഷാദ രോഗത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വലിയ ഉത്കണ്ഠയുള്ളവരായി തീരാനായിട്ട് സാധ്യതയുണ്ട്. ഭാവിയിൽ ജീവിക്കേണ്ട, ആത്മഹത്യയെ പറ്റിയെ പോലും ചിന്തിക്കുകയും അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള പദാർത്ഥങ്ങളിലേക്ക് അവർ മാറുകയും ചെയ്യാറുണ്ട്. കാരണം ജീവിക്കാൻ കഴിയുന്നില്ല, മനസ്സ് വളരെ വിഷമിച്ചിരിക്കുന്നു, എല്ലായിടത്തും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. അവർ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ പോയി മനസ്സ് വളരെ തളരാനായിട്ടുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ചില കുട്ടികൾ വിചാരിക്കും ഇതിനെല്ലാം ഞാൻ ചെറുത്ത് നിൽക്കണം, എന്നോട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ തിരിച്ച് ആ കുട്ടിയോട് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്കിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തെറ്റായ ധാരണ ചില കുട്ടികൾ രൂപപ്പെടുകയും അവരുടെ സ്വഭാവത്തെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിച്ച് ഈ ബുള്ളിങ് കൊണ്ട് ചില കുട്ടികളുടെ പെരുമാറ്റം വളരെ മോശമായി തീരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിലേക്ക് പേരൻസും ടീച്ചേഴ്സും ഇൻവോൾവ് ചെയ്തേ മതിയാവൂ. കാരണം കുട്ടികൾക്ക് അവരുടെ ഒരു പ്രായത്തിൽ എത്രമാത്രം ഇതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് വല്ലാത്ത രീതിയിൽ അവൻ എന്നോട് ചെയ്തതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം അവനോട് പ്രതികരിച്ച് അതിനോടുള്ള വാശി തീർക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുകയല്ല, പകരം വളരെ കോൺഫിഡൻ്റ് ആയി മാറുക. എന്നെ എന്ത് പറഞ്ഞാൽ എന്നെ അത് ബാധിക്കില്ല, അല്ലെങ്കിൽ എന്നെ ഒന്നും പറയണ്ട എന്നുള്ള ഒരു എനിക്ക് എൻ്റെതായ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ അവന് മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ മാത്രമായിരിക്കും ഇതിനെ ധൈര്യമായിട്ട് നേരിടാൻ കുട്ടികൾക്ക് കഴിയുക. അപ്പോൾ എപ്പോഴും ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശം മാതാപിതാക്കളും അതുപോലെ അധ്യാപകരും കുട്ടികൾക്ക് കൊടുക്കണം. ഇങ്ങനെ ബുള്ളിങ് ഉള്ള ഒരു സാഹചര്യത്തിൽ, അത് വർക്ക് പ്ലേസിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുടെ സ്കൂളിലോ വീട്ടിലോ ഒക്കെ ആണെങ്കിലും ശരി, അവിടെ പെർഫോമൻസ് വളരെ മോശമാകാൻ സാധ്യതയുണ്ട്. അവർ പഠിത്തത്തിൽ പിന്നോട്ടാകും, അവർ സന്തോഷമില്ലാത്ത കുട്ടികളായി മാറിപ്പോവാനായിട്ടൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാരണമാണ് എന്നുള്ളത് കൊണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിലും ഇത് വലിയ മാനസിക പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ബുള്ളിങ് പ്രതിരോധിക്കുന്ന രീതിയിൽ നമ്മുടെ സ്കൂളുകളും നമ്മുടെ തൊഴിലിടങ്ങളും വീടുകളും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം.